നേരിട്ട് കൊമ്പ് കോർത്താൽ ഇന്ത്യ അടിച്ചൊതുക്കും. എന്നാൽ പിന്നെ അണ്ടർഗ്രൗണ്ട് വേലയാകാം. ഇപ്പോൾ പാകിസ്ഥാൻ അതാണ് ചെയ്യുന്നത്. ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി ഇന്ത്യയിലെ യുവാക്കളെ തീവ്രവാദികളാക്കാൻ ലക്ഷ്യമിടുകയാണോ പാകിസ്ഥാൻ? ചാവേറാകണോ അതോ ഒരു ആൾക്കൂട്ടത്തിന് നേരെ പട്ടാപ്പകൽ ബോംബെറിയണോ? ഇതിനൊക്കെ ധൈര്യം നൽകുന്ന, പേടി എന്ത് എന്നറിയാത്ത വിധം ഒരു വ്യക്തിയെ മാറ്റുന്ന മയക്കുമരുന്ന് അത് വിൽക്കാൻ ഇന്ത്യ ഇടനിലമാക്കുകയാണ് പാകിസ്ഥാൻ. എന്നാൽ അതിനൊരാളെയും അനുവദിക്കില്ല എന്ന് അമിത്ഷാ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ISIS ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഭീകരർ ഉപയോഗിക്കുന്ന ജിഹാദി മയക്കുമരുന്ന് എന്ന് വിളിക്കപ്പെടുന്ന ക്യാപ്റ്റോൺ ഇത് ആദ്യമായി ഇന്ത്യയിൽ പിടികൂടിയത്. ഒരു സിറിയക്കാരനായ അലബ്രാസ് അഹമ്മദ് എന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് 182 കോടി രൂപ വില വരുന്ന 227.7 കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടിയത്. മയക്കുമരുന്നിനോട് കേന്ദ്ര സർക്കാരിന് സീറോ ടോളറൻസ് ആണ് എന്ന് വിളംബരം ചെയ്യുന്ന ഒന്നായി മാറുകയായിരുന്നു ഈ മയക്കുമരുന്ന് വേട്ട. ഒരു വിദേശ നിയമ എൻഫോഴ്സ്മെന്റ് ഏജൻസി നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മെയ് 11 നടത്തിയ അന്വേഷണത്തിൽ ഈ ഡ്രഗ് ശേഖരം കണ്ടെത്തി എന്നാണ്. ഇന്ത്യ ഇത്തരം മരുന്നുകൾ കടത്തുന്നതിനുള്ള ഇടനില രാജ്യമാക്കി ഉപയോഗിക്കുന്നു എന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിവരം. ഇന്ത്യയിൽ ഇത്തരം മരുന്നുകൾ 1 ഗ്രാം പോലും ഇറക്കാനോ ഈ മരുന്നുകൾ കടത്തുന്നതിന് ഇന്ത്യ ഇടനില രാജ്യമായി ഉപയോഗിക്കാനോ അനുവദിക്കില്ല എന്ന് അമിത്ഷാ കർശന നിലപാടെടുക്കുന്നു. ISIS പോലുള്ള ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ക്യാപ്റ്റഗൺ എന്ന ഈ മരുന്നിനെ ജിഹാദി ഡ്രഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 182 കോടിയുടെ ക്യാപ്റ്റഗൺ ആണ് പിടികൂടിയത്. ഇന്ത്യയിൽ ജിഹാദി ശൃംഖലകൾ ശക്തമാക്കാനാണോ ഈ മരുന്ന് കൊണ്ടുവന്നത് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. ISIS പോലുള്ള ഭീകര സംഘടനകൾ യുദ്ധരംഗത്തുള്ള തങ്ങളുടെ പോരാളികൾക്ക് ഉപയോഗിക്കാൻ നൽകിയതോടെയാണ് ഈ ജിഹാദി ഡ്രഗ് കുപ്രസിദ്ധമായത്. സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്താണ് ഈ മയക്കുമരുന്നിന്റെ നിർമ്മാണം വലിയ രീതിയിൽ കൂടിയത്. ക്യാപ്റ്റഗൺ ഉപയോഗിക്കുന്നവർക്ക് ദിവസങ്ങളോളം ഉറക്കമുണ്ടാകില്ല, വിശപ്പുണ്ടാകില്ല, ക്ഷീണമുണ്ടാകില്ല, ഒന്നിനെയും ഭയമില്ലാത്ത അവസ്ഥ, വന്യമായ ആക്രമണ സ്വഭാവം, അമിത ആത്മവിശ്വാസം ഇത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുന്നു. അതിനാലാണ് ISIS ഭീകരർ ഇത് ഉപയോഗിച്ചു വരുന്നത്. ഒരു ആൾക്കൂട്ടത്തിന് നേരെ പട്ടാപ്പകൽ ഒരു ഭയവുമില്ലാതെ ബോംബെറിയാനൊക്കെ ഒരു വ്യക്തിക്ക് ധൈര്യം നൽകുന്ന, ഭയം എന്ത് എന്നറിയാത്ത വിധം ആളെ മാറ്റുന്നതാണ് ജിഹാദി മയക്കുമരുന്ന്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധാപൂർവം ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇനി ആരാണ് ഈ മയക്കുമരുന്ന് അയച്ചത്? എന്ത് തീവ്രവാദ ആക്രമണത്തിന് ഭാരതത്തിലെ യുവാക്കളെ ഒരുക്കാനായിരുന്നു ഇത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. നക്സലൈറ്റുകളെ ഇല്ലാതാക്കിയ മാവോയിസ്റ്റ് മുക്ത ഭാരതത്തിന് ശേഷം മയക്കുമരുന്ന് ഇല്ലാതാക്കുന്ന ലഹരിമുക്ത ഭാരതത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ആഗോളതലത്തിൽ ജിഹാദി പിൽ അഥവാ ജിഹാദി ഡ്രഗ് എന്നറിയപ്പെടുന്ന ഈ മാരക ലഹരി മരുന്ന് വലിയ അളവിൽ ആദ്യമായാണ് ഇപ്പോൾ ഇന്ത്യയിൽ പിടിച്ചെടുക്കുന്നത്. ആദ്യകാലങ്ങളിൽ ശ്രദ്ധക്കുറവ്, ADHD, ഉറക്കമില്ലായ്മ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നായി ഉപയോഗിച്ചിരുന്ന ഫെനൈഥലീൻ ആണ് ക്യാപ്റ്റഗൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിന്റെ കടുത്ത ലഹരി പാർശ്വഫലങ്ങളും തിരിച്ചറിഞ്ഞതോടെ 1960കളിൽ തന്നെ ലോകവ്യാപകമായി ഈ മരുന്ന് നിരോധിച്ചു. നിലവിൽ രഹസ്യ ലബോറട്ടറികളിൽ വ്യാജമായി ഈ ഗുളികകൾ നിർമ്മിക്കാറുണ്ട്. ആംഫെറ്റമൈൻ, മെത്താഫെറ്റമൈൻ, കഫീൻ തുടങ്ങിയ മാരക രാസവസ്തുക്കളുടെ മിശ്രിതമാണ് ഇതിലുള്ളത്. വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്നതും വിപണിയിൽ നിന്ന് കോടികളുടെ ലാഭം കൊയ്യാം എന്നതുമാണ് ഇത് ദ്രുതഗതിയിൽ വ്യാപിക്കാനുള്ള കാരണം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ നിലവിൽ ഉലയ്ക്കുന്ന ഏറ്റവും വലിയ സിന്തറ്റിക് മയക്കുമരുന്ന് ഭീഷണിയാണിത്. ഈ മാരക ലഹരിയുടെ ശൃംഖലകൾ ഇന്ത്യയിലേക്കും പടരുകയാണ് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവന്ന ലഹരിവേട്ട. എന്നാൽ എന്തു വില കൊടുത്തും ഇതിനെ ഇല്ലാതാക്കും, ഈ ശൃംഖലകളെ ഒതുക്കും എന്ന ഒരു ഉഗ്രശാസനം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.